പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അഭിഷേക എപ്പിസോഡിലും ഞാൻ ഈ ആമുഖമായ ഒരു പ്രാർത്ഥന, ഒരാശംസ നിങ്ങൾക്ക് നേരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയും. കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട എത്രയോ വർഷങ്ങളായി, എത്രയോ നാളുകളായി ഈ അഭിഷേകാഗ്നിയിൽ സംബന്ധിക്കാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. മുടങ്ങാതെ കാണാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അനേകം കുടുംബങ്ങളിൽ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നേരിട്ട് ഞാൻ ഓർക്കാണ്, നിങ്ങൾ ഓൾറെഡി നമ്മുടെ 1000ാമത്തെ എപ്പിസോഡിന് ആമുഖമാൽ ഇൻ്റർവ്യൂകൾ ബഹുമാനപ്പെട്ട സേവ്രക്കാൻ വട്ടാലച്ചനും എല്ലാവരും ചേർന്ന് നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തുടങ്ങുമ്പോൾ, അതായത് ശരിക്കും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ധ്യാനം കൂടുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് കർത്താവ് അത് ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട സേവ്രക്കാൻ വട്ടാലച്ചന് പ്രചോദനം കൊടുത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ, ഓരോ കുടുംബങ്ങൾ ഓരോ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടുക. വിശ്വാസ തലമുറകളിലേക്ക് പകരപ്പെടുകയാണ്. ഒരു സാക്ഷ്യം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്ലിയർ ആവും. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷെറിൻ. എൻ്റെ വീട് മൂവാറ്റുപുഴ ആരക്കുഴ ഇടവകയാണ്. എനിക്ക് 3 സാക്ഷിയാണ് പറയാനുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകളാണ്. ഞങ്ങൾ 2011 കല്യാണം കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾക്ക് വട്ടാലച്ചൻ്റെ ഒരു കൺവെൻഷൻ കോതമംഗലത്ത് വെച്ച് കൂടാൻ സാധിച്ചു. അപ്പം എൻ്റെ ഭാര്യ അവിടെ വെച്ചിട്ട് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നല്ലൊരു കുഞ്ഞിനെ നൽകണേന്ന്. ആ വർഷം തന്നെ 2012 തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു. അത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ്. 2018 എൻ്റെ ജോലി പോയി. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറേ അന്വേഷിച്ചൊന്നും നടന്നില്ല. ഞങ്ങൾ ഖത്തറിലാണ്, ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ഖത്തറിലാണ്. അപ്പം മാർച്ച് 14 എൻ്റെ QID എൻ്റെ വിസ എക്സ്പയർ ആവുകയാണ്. അപ്പം അതിന് തൊട്ട് മുമ്പിലത്തെ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി, ഞങ്ങൾ എല്ലാ ആഴ്ചയും അഭിഷേകാഗ്നി കാണും. തൊട്ട് മുമ്പിലത്തെ അഭിഷേകാഗ്നിയിൽ എൻ്റെ മൂത്ത മോള് പറഞ്ഞു, അപ്പായ്ക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അപ്പായനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു. മാർച്ച് മാസം 13 ഉച്ചയായപ്പം എൻ്റെ മെയിലിൽ ഓഫർ ലെറ്റർ വന്നു. ഞാൻ അറിഞ്ഞില്ല. കമ്പനിയിൽ നിന്ന് വിളിച്ചു, അറിഞ്ഞില്ല. അപ്പോൾ കോൾ കിടക്കുന്നതുകൊണ്ട് തിരിച്ചു വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ ഓഫർ ലെറ്റർ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫാമിലിയുടെ കുറച്ച് പേപ്പറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് എന്ത് പേപ്പറാണ് വേണ്ടേ അതെല്ലാം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. 2019 ഏപ്രിൽ 1 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ കമ്പനി സെപ്പറേറ്റായി. ആ സമയത്ത് എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ പ്രൊമോഷൻ കിട്ടി. അതുപോലെ 2021 അടുത്ത പ്രൊമോഷനും കിട്ടി. ചീഫ് അക്കൗണ്ടൻ്റായി ജോയിൻ ചെയ്ത് ഞാൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 12 കമ്പനി ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നു. നിസാരല്ല, 12 കമ്പനിയുടെ തലവനാണ്. ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അഭിഷേകാഗ്നി കൂടി കിട്ടിയ കുട്ടിക്ക് ആ അഭിഷേകം കിട്ടിയതുകൊണ്ട് കുട്ടി പറഞ്ഞു, അഭിഷേകാഗ്നി കൂടി എൻ്റെ അപ്പായക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അപ്പായെ കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അഭിഷേകാഗ്നി എല്ലാ ആഴ്ചയും കാണുന്നുണ്ട്. അഭിഷേകാഗ്നി കുടുംബമാണിത്. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. ഏറ്റവും ഇളയ മോൾക്ക് എക്സിമോ നന്നായിട്ടുണ്ടായിരുന്നു. മുഖത്തിങ്ങനെ പൊട്ടി ഒലിക്കും, മേലെല്ലാം ഇങ്ങനെ ചുമന്ന് തടിച്ച് ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അപ്പം എൻ്റെ ഭാര്യ അതുപോലെ തന്നെ നേർന്നു 25 പ്രാവശ്യം ബിനോയ് അച്ഛൻ്റെ 5 മിനിറ്റ് ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചോളാം എന്നുള്ള രീതിയിലേക്കും അഭിഷേകാഗ്നി കണ്ടോളാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്തെല്ലാം അവൾക്ക് സ്റ്റിറോയിഡ് കൊടുക്കണമായിരുന്നു, മരുന്ന്. അതിനുശേഷം ഇതുവരെ സ്റ്റിറോയിഡ് കൊടുക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ 3 എക്സിമ പൊട്ടിയൊക്കെ ഒലിച്ച സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങൾ വചനം കേട്ടോളാം, അഭിഷേകാഗ്നി. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വിനിയോഗിച്ചിട്ട് ചെറിയ ടോക്ക് വരുന്നുണ്ട്, അത് കേട്ട് പ്രാർത്ഥിച്ചേക്കാവുന്നൊരു നിയോഗം വെച്ച്. അത് പിന്നെ സ്റ്റിറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നീട് ആ പ്രാർത്ഥന കഴിഞ്ഞു, പിന്നെ അങ്ങനെ സ്റ്റിറോയിഡ് കൊടുക്കേണ്ടി വന്നില്ല. കർത്താവ് ദാസനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സാക്ഷ്യം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സാംസണച്ചൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വചനം കേട്ട് വളരുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകതയാണ് ഓരോ പ്രതിസന്ധികൾ ആ കുട്ടി അങ്ങനെ പറയാൻ തോന്നിയില്ലേ, അപ്പം അയാൾക്കൊണ്ട് ഞാൻ അഭിഷേകത്തിന് സാക്ഷ്യം പറയിക്കാം. വിശ്വാസം വർദ്ധിച്ചില്ലേ? അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു, ജോലി കാര്യത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു, എക്സിമോ പോലത്തെ രോഗത്തിൽ കർത്താവ് ഇടപെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വചനം അത് വലിയ ടോക്കാണെങ്കിലും അതാ ചെറിയ ടോക്ക്, മറ്റേ ചെറിയ ടോക്ക് എന്ത് തന്നെയാണെങ്കിലും ശരി, ചെറുതോ വലുതോ എന്നുള്ളതല്ല, വചനമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമൂഹത്തിൽ പലരും പല വിധത്തിൽ അടഞ്ഞ വാതിലുകളിൽ മുമ്പിൽ വിഷമത്തോടെ നിൽക്കുന്നവരുണ്ട്. മുമ്പോട്ട് പോകാൻ വാതിലുകൾ തുറക്കപ്പെടാതെ പലതരത്തിൽ അടഞ്ഞു കിടക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ അനേകരെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പുരോഹിതന് ജനത്തെ ആശീർവദിക്കാൻ കർത്താവ് നൽകുന്ന ഒരു അവസരമാണ് ഈ അഭിഷേകാഗ്നി. ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുന്ന് സമുദ്രത്തിൽ വഴി വെട്ടുന്നവനാണല്ലോ. കർത്താവെ, അവിടുന്ന് മരുഭൂമിയിൽ പാത ഒരുക്കുന്നവനാണല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ശരണപ്പെടുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. എന്റെ യേശു ഒരു വഴി തുറന്നിടും. കൈയടിച്ച് എല്ലാ വാതിലും അടഞ്ഞിടുമ്പോ എന്റെ യേശു ഒരു വഴി തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. നന്നായി കരങ്ങൾ അടിച്ച് വലിയ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ആ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതിയ നാളുകൾ, ദൈവം കരം പിടിച്ച് നടത്തിയ നാളുകൾ, നമ്മുടെ പാദങ്ങൾ കെണിയപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ ദൈവം എത്രയോ തവണ നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നു, എത്രയോ തവണ ദൈവം ഇടപെട്ടു. അതെല്ലാം ഓർത്ത് നന്ദി പറയണം. ഇതുവരെ താങ്ങിയ വഴികൾ, ഇതുവരെ നടത്തിയ വഴികൾ ഓർത്ത് നന്ദി പറയുമ്പോൾ അനേക നാളുകളെയും കർത്താവ് ഇടപെടൽ വരും. കൃതജ്ഞത അർപ്പിക്കുമ്പോൾ വലിയ കൃപകൾ കർത്താവ് വർഷിക്കും. പ്രാർത്ഥിക്കുന്നു. നിന്റെ പാദങ്ങളിൽ മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കയ്യിൽ അവൻ നിന്നെ മറയ്ക്കും. നിന്റെ പാദങ്ങളിൽ മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കയ്യിൽ അവൻ നിന്നെ മറയ്ക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. കൈകൾ ഉയർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല.
ഈശോയെ കർത്താവേ, ഞങ്ങൾ അവിശ്വസ്തനായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനാണല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാം തിരുവചനം. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനുമായ കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ ശിരസിന് മേൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, കുടുംബങ്ങൾക്ക് മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ, ഇവരുടെ സ്ഥാപനങ്ങൾക്ക് മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ കരങ്ങൾ ഉയർത്തണമേ കർത്താവേ. 2 ദിനവൃത്താന്തം 30-27 പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവ സന്നിധിയിൽ എത്തി. ഈ വചനം നിറവേറട്ടെ കർത്താവേ. പ്രഭാഷകന്റെ ദിവസം 50-20-21 പ്രധാന പുരോഹിതൻ ശമയ ജനത്തെ ആശീർവദിച്ചു. അത്യുന്നതനായ ദൈവത്തിനെ ആശീർവാദിക്കാൻ ജനം ശിരസ കുമ്പിട്ട്. ദൈവമേ, ഈ വചനം ഇപ്പോൾ നിറവേറട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്ന അടഞ്ഞിരിക്കുന്ന വഴികൾ അവിടുന്ന് തുറക്കണമേ കർത്താവേ. രോഗികളെ സുഖപ്പെടുത്തണേ കർത്താവേ. പൈശാചിക പീഡകൾ അവിടുന്ന് ശാസിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ബാലമാരെ സ്പർശിക്കണേ കർത്താവേ. ദൈവമേ, എക്സിമ പോലുള്ള പലതരത്തിലുള്ള അലർജി രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ ശക്തിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, നാളുകളായി ജോലി മകളുടെ തടസ്സങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോട്ടെ. ആരാധന 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 ആരാധന. കർത്താവേ, ഓരോ വ്യക്തികളെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശുദ്ധ ജീവിതത്തോടെ ആഗ്രഹിക്കുന്ന കൃപ കൊടുക്കണേ കർത്താവേ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആവശ്യക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്ന കർത്താവേ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആർക്കെ പറയാം? ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ചെറുതോ വലുതോ ആയ ചില അധികാരങ്ങൾ കൈയാളുന്നവർ, കയ്യേൽപ്പിക്കപ്പെട്ടവർ, കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മാതാപിതാക്കന്മാരാണെങ്കിൽ, ഒരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മേലൊരു അധികാരമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയൊരു കാരണവരാണെങ്കിൽ മക്കളുടെ മേൽ, തലമുറകളുടെ മേൽ ഒരധികാരമുണ്ട്. ഒരു ഇടവകയാണെങ്കിൽ വികാരിച്ചന്, ഒരു കോൺവെന്റ് സിസ്റ്റർ ആണെങ്കിൽ ആ കോൺവെന്റിന്റെ മേൽ, ഒരു സ്കൂളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ജോലി സ്ഥാപനം എന്തുവാണെങ്കിലും, ഇനി അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ചില ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ മേൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചെറുതോ വരും, ചിലപ്പോൾ സ്കൂളിലെ ലീഡർ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചില അധികാരങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ്. അതെല്ലാം വളരെ നല്ലതാണ്. റോമാലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 13:1 നമുക്ക് വായിച്ചാലോ? വായിക്കാം. ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ നമ്മളോട് പറയുകയാണ്, മേലധികാരികൾക്ക് നമ്മൾ വിധേയായിരിക്കണം. എന്തെന്നാൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പരമാധികാരി ദൈവമാണ്. നിലവിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ ഉത്തരവാദിത്വത്തോട് ബന്ധപ്പെട്ട അധികാരങ്ങളും ദൈവം സ്ഥാപിച്ചതാണ്, ദൈവം തന്നതാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്തിനാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? ശരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായില്ലേ? പിന്നെ എന്തിനാ പോയി മനുഷ്യരുടെ കൂടെ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അതിന് കാരണമുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധാത്മാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി തുടങ്ങിയ അനേകം വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പുണ്യയോഗ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസത്താൽ നയിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാൽ
അവിടുന്ന് തന്നെ നേരിട്ട് നമ്മോട് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ മേലധികാരികളിലൂടെ തൻ്റെ ഹിതം അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ പുണ്യയോഗ്യത വർദ്ധിക്കുന്നത് വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോഴാണ്. അല്ലേ? കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതൊരു വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്തോസ് ലേഖനത്തിൽ 2:5 വചനം നിങ്ങൾക്കറിയാം. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരങ്ങളെ, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് പുണ്യയോഗ്യത വർദ്ധിക്കുന്നത് ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ ദൈവം ഒരാളോട് നേരിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ മനുഷ്യനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ഇത് ദൈവം സംസാരിച്ചതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പുണ്യയോഗ്യത വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങൾ നമ്മൾ വായിച്ചു കേട്ട കാരണം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. പുണ്യയോഗ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസത്താൽ നയിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാൽ അവിടുന്ന് തന്നെ നേരിട്ട് നമ്മോട് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ മേലധികാരികളിലൂടെ തൻ്റെ ഹിതം അറിയിക്കുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ അത് വളരെ കറക്റ്റാണ് എൻ്റെ സഹോദരങ്ങളെ. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധാത്മാക്കൾ വെളിപ്പെടുത്തുകയാണ്. അതായത് ദമാസ്കസിലേക്കുള്ള വഴിയ മധ്യേ സാവൂളിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു, കുതിരപ്പുറത്തുനിന്ന് താഴെ ചാടുന്നു. അപ്പോൾ സാവൂൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22 നമ്മളത് വായിക്കുന്നുണ്ട്. ഉടനെ തന്നെ കർത്താവിന് വേണമെങ്കിൽ നീ ഇന്നത് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കാമായിരുന്നു. എന്നാൽ കർത്താവ് ചെയ്യുന്നത് അങ്ങനെയല്ല. അവിടുന്ന് പറഞ്ഞു, നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വെച്ച് ഞാൻ പറയാം എന്താണ് നീ ചെയ്യേണ്ടതെന്ന്. അപ്പോസ്തലർ 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അനനിയാസിലൂടെ ദൈവം ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് അവിടെ വെച്ച് പറഞ്ഞ കർത്താവിന് തന്നെ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ നേരിട്ട് പറയാമായിരുന്നു, പറഞ്ഞില്ല. അതിന് കാരണം എന്താ? പൗലോസിന്റെ പുണ്യയോഗ്യത വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിധേയപ്പെട്ട് അനുസരിച്ച് ഒക്കെ നിൽക്കുന്നത് വലിയ വിശ്വാസത്തിന്റെ കാഴ്ച കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു അധികാരി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതേ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാലാഖ ദൈവം പറഞ്ഞ് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനാണ്. ഒരു മാലാഖ ഒരു ശുശ്രൂഷകനാണ്. ഒരു എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആള്. നിസ്സാര സംഗതി അല്ലത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനത്തിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു വചനം വെളിപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനത്തെ 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ ബി ഭാഗമാണത്. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവ ശുശ്രൂഷകരാണ്. അപ്പം ഞാൻ ഒരു മോനർഷിയുടെ പ്രീഡിയം മോനർഷിയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ അവിടെ സെമിനാരിക്കാരുണ്ട്, വൈദികരുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് പോകേണ്ട ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനാണെന്നൊരു അവബോധത്തിൽ ജീവിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുറച്ച് ആത്മാക്കൾ അവിടെയുണ്ട്. ആ ആത്മാക്കളുടെ കാര്യത്തിൽ ഒരു അതീവ ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിന്, നമ്മുടെ അധികാരത്തിന് ഏൽപ്പിക്കപ്പെട്ട് തന്നിരിക്കുകയാണ്. എന്തൊരു വലിയൊരു ഉത്തരവാദിത്വമാണത്. ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനമാണ്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. അത് നമ്മളോടാണ്. തുറന്ന് പറയാണ്, കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. ഇന്ന് ആ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്ന് സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും ഭൗതിക മേൽനോട്ടവും നടത്തുന്ന കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആകാൻ വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നത്? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണ്. നമുക്ക് പല സംഗതികളുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തണം, ഞാൻ സമ്മതിക്കുന്നു, ഒക്കെ ശരി തന്നെയാണ്.
പക്ഷെ ആത്യന്തികമായ ഉത്തരവാദിത്വം എന്താ? നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയുടെ കാര്യത്തിലാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. ഞാൻ പണ്ടത്തെ ഒരു അഭിഷേകം ഇതിനോട് ബന്ധപ്പെട്ടെന്താ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട്. നമുക്ക് ഒരു സ്ഥാനം ദൈവം തരുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. റോമാലേഖനത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 1:5, അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസ് ഒരു അപ്പസ്തോലനാണ്, ഒരു ശ്ലീഹ. അങ്ങനെ അപ്പസ്തോല സ്ഥാനം, ആ കൃപ പ്രാപിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഈശോ എന്ന നാമത്തെ പ്രതി എല്ലാവർക്കും വിശ്വാസം കൊടുക്കാൻ, ആ നാമം അയച്ചു കൊടുക്കാൻ, ആ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം എല്ലാ ജനതകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു അപ്പസ്തോല സ്ഥാനം തന്നിരിക്കുന്നത്. ആ സ്ഥാനത്തിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായോ? എല്ലാ ജാതികളുടെ ഇതിലും വിശ്വാസം വന്നിട്ട് വിധേയത്വം വരുന്നില്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്ന് ചിന്തിക്കണ്ടേ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് പൗലോസൊക്കെ പറയുകയാണ് കൊരിന്ത്യർ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനത്തിൽ, ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തണ്ടെന്നോ ശാസിക്കണ്ടെന്നോ വഴക്ക് പറയണ്ടെന്നോ ഈ വചനത്തിന് അർത്ഥമില്ല. അതെല്ലാം വേണം, ശാസിക്കണം, തിരുത്തണം, അതൊക്കെ ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ഒരു ആത്മാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. അത് വരുന്നുണ്ടോ നോക്കണം. വിശ്വാസത്തെ വളർത്താൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥന വളർത്താൻ പറ്റുന്നുണ്ടോ? കൃപയിൽ വളർത്താൻ പറ്റുന്നുണ്ടോ? വചനത്തിൽ വളർത്താൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കരുത്. വളർച്ച കീഴ്പോട്ടാണോ മുകളിലോട്ടാണോ നോക്കണം. കൊരിന്ത്യർ 2-ാമത്തെ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനം, ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിനെനിക്ക് ലജ്ജിക്കാനില്ല. വീണ്ടും പറയുകയാണ്, നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും പറയാം, പടുത്തുയർത്താൻ, വളർത്തിയെടുക്കാൻ. പടുത്തുയർത്താൻ, വെട്ടി നശിപ്പിക്കാനല്ല, പടുത്തുയർത്താൻ. വെട്ടിക്കളയാനല്ല, വളർത്തിയെടുക്കാൻ. നാം പൊടിച്ചു കളയാനല്ല, വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്താൻ. ദൈവമാണ് വളർത്തുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് കാര്യം ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അതിതാണ്, അനുസരണത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമ്മൾ സേഫാണ്. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോലെ എന്നാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സേഫാണ് എന്ന് പറഞ്ഞാൽ ആ അനുസരണത്തെ പ്രതി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അധികാരിക്ക് ഒരു റിസ്ക് അവിടെയുണ്ട്. അധികാരിക്കാണ് റിസ്ക്. അതുകൊണ്ടാണ് വിശുദ്ധ അമ്മ തെരേസ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ട്. അമ്മ തെരേസ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അധികാരിയുടെ കസേര നരകത്തിന്റെ വാതിലിന് തൊട്ടടുത്താണ് ഇട്ടിരിക്കുന്നത്. എപ്പോൾ വേണേലും അറിയാം. കാരണം ദൈവഗത പ്രകാരം തീരുമാനം എടുക്കണ്ടേ, ദൈവത്തിന്റെ ഹിതം നോക്കണ്ടേ, ഓരോ ആൾക്കാരും ഡീൽ ചെയ്യുമ്പോൾ നോക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ, രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേകം ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അതീശത്വം അത്യുന്നതിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും.
എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും. പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അഹങ്കാര തള്ളലോട് ഇരിക്കരുത്. പിന്നെ ഇതെന്താ? ഇത് ദൈവം തന്നതാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഈ സാമ്രാജ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഏരിയ, അത് ദൈവത്തിന് ലഭിച്ചതാണ്. അതിൻ്റെ മേൽ ദൈവം നമുക്ക് ഒരു അധികാരം, ഒരു അധീശത്വം തന്നിട്ടുണ്ട്. അത് ദൈവം നമുക്ക് തന്നതാണ്. അതാണ് വചനം. എന്നിട്ട് പറയാണ്, അടുത്ത വാക്ക് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയോ, അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു അധികാര സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഒരു പരിശോധനയുണ്ട്. നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അതിന് മുകളിൽ നമുക്ക് മനസാക്ഷിയുള്ള ഒരു ഉദ്ദേശമുണ്ട്. there will be a public prosecution for that. അതിനകത്തൊരു ഒരു വിചാരണയുണ്ട്. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ, അതാണ് പുതിയ നിയമത്തിൽ വായിച്ച ശുശ്രൂഷകരാണ്. ആ സേവകന്മാർ എന്ന നിലയ്ക്ക് ശരിയായി ഭരിക്കുകയോ വചനം നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചലിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന പരീക്ഷണ ശിക്ഷാവധികളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം അധികാരസ്ഥാനം ദൈവം ഏൽപ്പിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞതൊന്നുമല്ല. എല്ലാം ദൈവഹിതപ്രകാരം ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വചനം നമുക്ക് ആത്മശോധനയ്ക്കുള്ളതാണ്. ആത്മശോധന നടത്തണം. എന്നിട്ട് വേണ്ട തിരുത്തലുകൾ വരുത്തണം. വേണ്ട രീതിയിൽ പോകണം. അനുസരിക്കുന്നവരും അധികാരമുള്ളവർക്കും ഒരേപോലെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്. പക്ഷെ അതെല്ലാം കൃപയിൽ എടുക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, 119 സങ്കീർത്തനത്തിലെ സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുകയാണ്. സത്യത്തിൻ്റെ വചനത്തെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ ദൈവമേ. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി കർത്താവേ, കാലുകൾ ഞാൻ പലതിൽ നിന്നും പിൻവലിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിൻ്റെ ഒരുപാട് മോഹങ്ങൾ, കർത്താവെ, വഴിവിട്ട വഴികളിലൂടെ പോകാനുള്ള വിളി ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ സത്യത്തിൽ, വചനത്തിൽ, ഈശോയിൽ നിലനിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മാവിൻ ജ്വാലയായി നിറയേണമേ. ആത്മാവിൻ ജ്വാലയായി നിറയേണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സത്യത്തിന്റെ അരൂപി, വചനത്തിന്റെ അരൂപി, കൃപയുടെ അരൂപി, കൃപയുടെ അഭിഷേകം ഓരോരുത്തരും വന്ന് നിറയട്ടെ. വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, കൃപയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന.